ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത്രയും നിസാരമാണോ കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ? ഓപ്പറേഷൻ സിന്ദൂറിൽ നിലപാടിൽ മാറ്റമില്ല എന്നതാണ് KLF-ൽ തരൂർ ആവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് രാജ്യത്തിന് നാഷണൽ ഇൻട്രസ്റ്റ് പരിഗണിച്ചാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നേരത്തെ നെഹ്റുവിൻ്റെ ഒരു വാക്കുകൾ ശ്രീകുമാർ കോട്ട് ചെയ്തിരുന്നു. നെഹ്റുവിൻ്റെ തന്നെ വാക്കുകളാണ് തരൂരും കോട്ട് ചെയ്യുന്നത്. ഹൂ ലിവ്സ് ഇഫ് ഇന്ത്യ ഡൈസ് എന്ന ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ തൻ്റെ നിലപാട് എന്താണ് എന്നും അതിലെന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യവും തരൂർ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിക്കെതിരായി സഭയിൽ ഉൾപ്പെടെ എവിടെയും നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി തരൂർ പറയുന്നു. ഇത് നേരത്തെയൊക്കെ നടന്നു വന്നതിൻ്റെ തുടർച്ച മാത്രമാണോ അതോ അവസാന പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണോ? പൊട്ടിത്തെറിക്കാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് മറുപടി പറയാൻ പറ്റാത്ത അത്രയും വലിയ പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ കുരുക്കുകളിലേക്ക് അദ്ദേഹം തള്ളിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും മോദി സ്തുതിയും സ്ഥാനത്തും അസ്ഥാനത്തും BJP ന്യായീകരിക്കുന്നതും ഒക്കെ പലവട്ടം പാർട്ടിയെ പല പ്രതിസന്ധികളിലും പല സന്നിഗ്ധതകളിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പാർട്ടി വലിയ നടപടി എടുത്തിട്ടില്ല. അതിന് കാരണം നേരത്തെ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളാണ്. ശശി തരൂരിനെ ശശി തരൂരായിട്ട് തന്നെയാണ് പാർട്ടി ഉൾക്കൊള്ളുന്നത്. അദ്ദേഹം ഒരു അബ്സല്യൂട്ട് പാർട്ടി ലോയലിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു മറ്റു പലരെയും പോലെ പാർട്ടിക്കാരൻ മാത്രമായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ്, അദ്ദേഹം ഒരു തിങ്കറാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം മറ്റു പലതുമാണ്. ഒരു വിശ്വപൗരൻ എന്നൊക്കെയാണല്ലോ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ. കോൺഗ്രസ്സുകാരനായ ശശി തരൂരിന് ഈ പറഞ്ഞൊരു പരിഗണനയുണ്ട്. അദ്ദേഹം എല്ലാവരെയും പോലെയല്ല. അദ്ദേഹത്തെ ഒരു കളറയിൽ ഇങ്ങനെ തളച്ചിടാൻ പറ്റില്ല. അദ്ദേഹം എഴുത്തിന്റെയും ചിന്തയുടെയും അതുപോലെ തന്നെ പ്രഭാഷണത്തിന്റെയും ഒക്കെ മേഖലയിൽ വ്യാപരിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാർട്ടി പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പ്രത്യേക പരിഗണനകളും പ്രത്യേക അംഗീകാരങ്ങളും ചില ദുസ്വാതന്ത്ര്യങ്ങളും, ഞാനത് ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, ചില ദുസ്വാതന്ത്ര്യങ്ങളും ശശി തരൂരിന് കാലാകാലങ്ങളിൽ പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇമാതിരി പറച്ചിലുകളൊക്കെ പാർട്ടിയെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന ടൈറ്റ് കോർണറിലാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായിട്ട്, അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ പാലസ്തീൻ വിഷയത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും BJP ആയിട്ട് ബന്ധപ്പെട്ട BJPയുടെ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലാവട്ടെ, ഇങ്ങനെ പല ഘട്ടങ്ങളിലും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണോ പറയുന്നത് എന്ന് സംശയിക്കുന്ന രീതിയിൽ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പാർട്ടി വലിയ അച്ചടക്കത്തിന്റെ ഖഡ്ഗം അദ്ദേഹത്തിന്റെ തലയ്ക്ക് നേരെ വീശിയിട്ടില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ പറയട്ടെ, അദ്ദേഹം പാർട്ടിക്കാരനായിട്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കട്ടെ, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MP ആണ്, അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് എന്ന നിലയ്ക്ക് പാർട്ടി എപ്പോഴും അദ്ദേഹത്തിന് പരിഗണന കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതേ ശശി തരൂര് ഇന്നലെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ മഹാപഞ്ചായത്തിൽ വേണമെങ്കിൽ ഇത്രയും സ്റ്റാച്ചർ ഉള്ളൊരു നേതാവല്ലേ അദ്ദേഹം, ലോക്സഭയിൽ ഏറ്റവും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമാണ്. ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ദേശീയ ചാനലുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാത്തത് കേരള ചാനലുകളിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയ ചാനലുകളിലൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രാധാന്യവും പ്രോമിനൻസും ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വിദേശ സർവകലാശാലകൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം നിരന്തരമായ പ്രസംഗ പര്യടനം നടത്തുന്നു. വാഗ്മിത്തം കൊണ്ട്, വാഗ്വിലാസം കൊണ്ട് അദ്ദേഹം ശ്രോതാക്കളെ കോരിത്തെരിപ്പിക്കുന്നു. അസാധ്യമായ ഇംഗ്ലീഷിൽ ആംഗലേയ മണ്ണിൽ ജനിച്ചവർക്ക് പോലും പറ്റാത്ത അത്രയും രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗ ഒരു ധോരണി ആളുകളെ ഡംഫൗണ്ടഡ് ആക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അസ്തപ്രജ്ഞരാക്കുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ട് അദ്ദേഹം പ്രസംഗിക്കും. വാഗ്വിലാസം അതിഭയങ്കരമായിട്ടുള്ള വാഗ്വിലാസങ്ങളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പാർട്ടിയോട് കാണിക്കുന്ന, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, പാർട്ടിയെ കുരുക്കിലാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിയപ്പോഴെല്ലാം പാർട്ടി കൊടുത്തൊരു പരിഗണന, പാർട്ടി കൊടുത്ത ആ ഒരു എന്താ പറയുക, ഇളവുകളുണ്ടല്ലോ, കൺസെഷൻസ്, അത് ഇന്ത്യയിലെ എത്ര കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്? ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെയൊക്കെ ഈ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥനയിൽ, സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയില്, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, സ്വർഗസ്വനായ പിതാവെന്ന്. അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്.
ശശി തരൂർ അത് ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മൃദു സമീപനം, അദ്ദേഹത്തിന് കിട്ടുന്ന സ്പെഷ്യൽ പ്രിവിലേജസ്, അദ്ദേഹത്തിന് കിട്ടുന്ന അസാധാരണമായിട്ടുള്ള ആ ഒരു സൗജന്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ ഇത് രാഹുൽ ഗാന്ധി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇത്തരം സ്റ്റേച്ചറുള്ള ഒരു നേതാവിനെ എവിടെ നിന്ന് കണ്ടെന്ന് ഭാവിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാമായിരുന്നു. ബാക്കി എത്രയോ പേർക്ക് അദ്ദേഹത്തോളം പ്രാധാന്യം ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അവരുമായിട്ട് കുശല പ്രശ്നം നടത്തി, ചിരിച്ചു, പുഞ്ചിരിച്ചു, അതൊക്കെ ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് ശശി തരൂര് അങ്ങനെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കിട്ടിയില്ല, അദ്ദേഹത്തിന് അവിടെ സംസാരിച്ചില്ല, അദ്ദേഹത്തെ വേണ്ടത്ര ഗൗനിച്ചില്ല എന്ന് പേര് ഒരു പോലും തോന്നൽ പറഞ്ഞില്ല. അത് ശരിയാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ നേതാക്കളുടെ ഒരു വലിപ്പമൊക്കെ വെച്ച് അവരുടെ ഒരു പ്രാധാന്യം വെച്ച് ഒരു ക്രമം എടുക്കുകയാണെങ്കിൽ ശശി തരൂരിന്റെ പേര് സല്യൂട്ടേഷനിൽ കുടുംബത്തിനെതിരെ മത്സരിച്ചതിന്റെ ചുരുക്കായിരിക്കുമോ ഒരു പക്ഷേ രാഹുൽ ഇപ്പോൾ അതൊരു മാധ്യമ പ്രവർത്തകരുടെ കുബുദ്ധി എന്ന് ഞാൻ പറയും. അതായത് നെഹ്റു കുടുംബത്തിനോടുള്ള ചൊരുക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കാനായിരുന്നെങ്കിൽ നെഹ്റു കുടുംബത്തിനെതിരെ മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിനെതിരെ അങ്ങനെ വലിയ ആക്ഷേപങ്ങൾ, ഞാനന്ന് ആ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. ചിത്രീകരിക്കപ്പെടത്തില്ലേ ശ്രീ പൊടിപ്പാറ? അങ്ങനെ ഒരു നടപടിയിലേക്കോ മറ്റോ പോവുകയാണെങ്കിൽ നോക്കൂ, ആദ്യം വളരെ ഫെയർ ആയി മത്സരം നടക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് ആ മത്സരത്തെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നേരിട്ടത്, വഴിതിരിച്ചു വിട്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും കോൺഗ്രസുമായി എന്തുകൊണ്ടാണ് തരൂരിന് തുറന്നു പറയേണ്ടി വരുന്നത്? ഈ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ആളുകളെ കാണുവാനോ സംസാരിക്കാനോ ആശയവിനിമയം നടത്താനോ പറ്റുന്നില്ല എന്നത് എല്ലാ കാലത്തും തരൂർ പറയുന്ന പരാതിയാണ്. എല്ലാ കാലത്തും അതിന് കാത്തിരിക്കേണ്ടി വരുന്നു, മറ്റുള്ളവരുടെ ചിലരുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരുന്നു എന്ന തരൂർ പറയുന്ന കാര്യങ്ങൾ, ആ പരാതി എത്ര പേർ പറഞ്ഞിട്ടുണ്ട്? പാർട്ടി വിട്ടുപോയ എത്ര പേർ പറഞ്ഞിട്ടുണ്ട്? രേണുക പറയുന്ന ആർഗ്യുമെന്റ് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രേണുകയ്ക്ക് മുന്നോട്ട് വെക്കാവുന്ന ആർഗ്യുമെന്റ്സ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പരിഭവം പറയുമ്പോൾ, പരാതി പറയുമ്പോൾ എത്രത്തോളം അദ്ദേഹം പാർട്ടിയുടെ പരിപാടികളിൽ, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, പാർട്ടിയുടെ പ്രചരണങ്ങളിൽ അദ്ദേഹം ഇൻവോൾവഡ് ആവാറുണ്ട്. ഇപ്പൊ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അദ്ദേഹം തയ്യാറാവുന്നിടത്തൊക്കെ താരപ്രചാരകനായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എത്ര കണ്ട് അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ ഇമ്മേഴ്സ്ഡ് ആണ്, എത്ര കണ്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടെന്നൊരു ചോദ്യം. ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. രേണുക ചോദിച്ച ചോദ്യങ്ങൾക്കൊപ്പം മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കണം. അദ്ദേഹം AICC അധ്യക്ഷ സ്ഥാനത്തേക്കാണ് മത്സരിച്ചത് കൊണ്ട് നെഹ്റു കുടുംബത്തിനെതിരെ മത്സരിക്കുന്നു, നെഹ്റു കുടുംബത്തിനെതിരെ അടുത്ത കാലത്ത് അദ്ദേഹം ചില എന്താ പറയുക കുടുംബാധിപത്യത്തിനെതിരെയൊക്കെ ചില എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന കുറെ പ്രസ്താവനകളൊക്കെ നടത്തുകയും ചെയ്തു. ഇതിന്റെ ഒരു ചുരുക്കാണോ, ഇതിന്റെ ഒരു ഇത് ഉള്ളിലുണ്ടാക്കിയ ഒരു വികാരമാണോ ബോധപൂർവമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ അവഗണിക്കാൻ പേര് പോലും പറയാതിരുന്നതിന്റെ കാരണമെന്ന ചോദ്യം വരുമ്പോ, അങ്ങനെയാണെങ്കിൽ നേരത്തെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തങ്ങൾക്കെതിരെ മത്സരിച്ച ഒരാൾ എന്നിട്ട് 10% വോട്ടോ മറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, വേണമെങ്കിൽ അവിടുന്ന് ഒഴിവാക്കാമല്ലോ. അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു ഉദ്ദേശമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റുമായിരുന്നു. ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? തരൂരിന് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് തരൂരിന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോകാന്നുള്ള. അപ്പൊ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി അത്രയും ചീപ്പായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാനോ പ്രകോപിപ്പിക്കാനോ അവഗണിച്ച് ഒരു ഫീൽ ഉണ്ടാക്കാനോ വേണ്ടി ചെയ്തതാവില്ല. ഇപ്പൊ അറിയാതെ അദ്ദേഹത്തിനെ പെട്ടെന്ന് വിട്ടുപോയതാകാനും അങ്ങനെയും ഒരു പ്രൊഫഷൻ പോയതാകാമെന്നാണ്. പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.